അവിടെ ചില ഉദ്യോഗസ്ഥർ പലരോടും ചോദിച്ചത്, ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ആൾ ഇത്ര വലിയ സ്വാധീനമുള്ള ആളാണോ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ വലിയ സ്വാധീനമുള്ള ആളാണ്, ഈ മന്ത്രിമാരും മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ പ്രഷർ ചെലുത്തുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അവർക്കൊരു അത്ഭുതമാണിത്. അവർക്ക് അത്ഭുതമാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ലോകത്ത് മനുഷ്യജീവന് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ പോലും USA ആണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ ജീവന് വേണ്ടി പോലും ഒരുപാട് തുക ചെലവഴിച്ച് വലിയ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടത്താറുണ്ട്. അത് കേരളത്തിലും അങ്ങനെയാണ്. നമ്മളെ പണത്തെപ്പറ്റി നോക്കാതെ അത് എന്ത് റെസ്ക്യൂ ചെയ്യാൻ എന്തൊക്കെ വേണോ അതെല്ലാം എത്തിക്കാനുള്ള മനോഭാവം നമുക്കുണ്ട്. നമ്മളെ വെള്ളപ്പൊക്കത്തിലും നമ്മൾ ഓക്കി ദുരന്ത വയനാട്ടിലെ കൽപ്പറ്റ നിലമ്പൂരുണ്ടായ മണ്ണിടിച്ചിലിലും ഒക്കെ നമ്മളെ ഒരു പ്രവർത്തനം നമ്മൾ വിലയിരുത്തണം. നമ്മൾ അതിനൊരു വലിയ വില കൊടുക്കുന്നവരാണ്. അത് എല്ലാവരും അങ്ങനെ കൊടുത്തുകൊള്ളണം എന്നില്ല. മനുഷ്യജീവന് വിലയുണ്ട്. ഒരു മനുഷ്യന്റെ ജീവൻ, അദ്ദേഹം ഈ അർജുൻ എന്ന് പറയുന്ന ആള് ഒരു സ്വാധീനമുള്ള ആളായതുകൊണ്ടല്ല, പക്ഷെ നമ്മൾ ആ മനുഷ്യ ജീവന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ജീവനോടെ ഭൂമിക്കടിയിൽ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ മലയാളികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ മീഡിയയും എല്ലാവരും പ്രകടിപ്പിക്കുന്നത്. അത് അവര് തോന്നും എന്താണ് ഇത്ര അയാൾ ചോദിച്ചത് പോലുള്ള ചോദ്യമുണ്ട്. മോശമായ ചോദ്യമാണ്. കാരണം എന്താണ് ഈ രാഷ്ട്രീയ സ്വാധീനമൊന്നും വേണ്ട. കേരളത്തിൽ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് ഒരു സ്വാധീനം വേണ്ട. രക്ഷപ്പെടുത്താനുള്ള ഈ ജോയി വെള്ളത്തിലോട്ട് ജോയി രാഷ്ട്രീയ പാർട്ടികളെ നോക്കിയല്ലോ എങ്ങനെയും ജീവനോടെ കിട്ടുമോ എന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അത് ചെയ്യാനുള്ളതെല്ലാം ചെയ്യും. ആ ഒരു സമീപനം അത് ഉണ്ടാകണമെന്നില്ല. പക്ഷേ നമ്മളൊരു ഇത്രയും വലിയൊരു മണ്ണിടിഞ്ഞ് കിടക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ ഞാൻ ജില്ലാ കളക്ടറോടും പറഞ്ഞു, നമ്മൾ വേണമെങ്കിൽ ഇവിടുന്ന് ഹിറ്റാച്ചിയോ JCB ടിപ്പറോ എന്ത് വേണമെങ്കിലും അയച്ചു കൊടുക്കാമെന്ന്. നമ്മുടെ ഫെഡറൽ സമ്പ്രദായത്തിന് അത് വിരുദ്ധമാണ്. എങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നികത്താമെന്ന് ഞാൻ ആദ്യം, അപ്പൊ അവർ വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തന്നെ ഫസ്റ്റ് ഡേ തന്നെ ഇന്നലെ ഇടപെടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും JCB ഹിറ്റാച്ചി എല്ലാം എത്തിക്കാം, ടിപ്പർ ലോറി വേണമെങ്കിൽ അതെല്ലാം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനെ നമ്മൾ അങ്ങനെ പോകുന്നത് ശരിയല്ല. നമുക്ക് അങ്ങനെ പറയാതെ പോകാൻ പറ്റത്തില്ല. പക്ഷെ അവരത് ഒരു സ്റ്റേറ്റും ഇപ്പൊ കർണാടക തമിഴ്നാട്ടിൽ നിന്ന് നമ്മളെ സഹായിക്കാന്ന് പറഞ്ഞാലും നമ്മൾ വേണ്ടി ഏറ്റെടുക്കില്ല. ഇങ്ങനൊരു ബോർഡർ ഒക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ, ഇത് ബോർഡർ അല്ല. കാരണം 280 കിലോമീറ്റർ. ഗണേഷ് കുമാർ, നമ്മളത് ഏറ്റെടുക്കാത്തപ്പോഴും അങ്ങ് പറഞ്ഞതുപോലെയുള്ള അങ്ങേപ്പോലുള്ള മന്ത്രിമാർ ഇവിടെയുണ്ട്, നമുക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടുത്തെ സംസ്കാരം മറ്റൊന്നാണ്. ഇത് കർണാടകത്തെ ഇപ്പോൾ പഠിപ്പിച്ചെടുക്കേണ്ട ഒരു ഘട്ടമുണ്ട് ഈ ഉദ്യോഗസ്ഥരെയൊക്കെ. അവർ പറയുന്ന ഒരു ഉദാസീനത ഉണ്ടായിരുന്നു. അവരും ഈ വെള്ളത്തിൽ പോയിരിക്കാൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്താണ്. ഈ സിഗ്നൽസ് നോക്കിയിട്ട് ആ സിഗ്നൽ അനുസരിച്ച് ഈ GPS പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് കണ്ട സ്ഥലം ഈ മണ്ണിനടിയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളാണ് ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ഞാനാണ് ഇത് കളക്ട് ചെയ്തിട്ട് അവിടുത്തെ കളക്ടർക്ക് അയച്ചു കൊടുക്കുകയും പിന്നീടാണ് അവർ അവിടെ തിരച്ചിൽ ആരംഭിക്കുന്നത്. അതുവരെ അവിടെ ആയിരുന്നില്ല തിരച്ചിൽ. മണ്ണ് മാറ്റി ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണ് മാറ്റി വരികയായിരുന്നു. പക്ഷെ നമ്മൾ ഒരു ലൊക്കേഷൻ കൊടുത്തു. ലൊക്കേഷൻ 20-30 മീറ്റർ അകത്ത് എവിടെയെങ്കിലും കാണും. കാരണം ആക്യുറേറ്റ് ഒന്നും ആയിരിക്കില്ല GPS സിഗ്നൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്. ഒരു കാര്യം, അതായത് ഇപ്പോൾ അങ്ങ് പോലും ഇടപെടുന്നത് അവിടുത്തെ കളക്ടറുമായിട്ടാണ്. കളക്ടർ അങ്ങേക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം, ഒരു ഫെഡറൽ സംവിധാനത്തിൽ പോലും രണ്ട് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു ബന്ധപ്പെടൽ വേണ്ടി വരുമ്പോൾ ഒരു മിനിസ്റ്റർ ടു മിനിസ്റ്റർ ഇടപെടൽ വേണ്ടി വരാറുണ്ട്. അവിടെ ഒരു ഉപമുഖ്യമന്ത്രിയെ അതിനുവേണ്ടി ഏകോപിപ്പിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ 5 ദിവസമായിട്ട് ഈ ഉപമുഖ്യമന്ത്രി അവിടെ എത്തിയിട്ടില്ല. വേറെ മന്ത്രിമാരാരും അത് നേതൃത്വം കൊടുക്കുന്നതായി അവിടെ കാണുന്നില്ല. അത്തരത്തിലൊരു സർക്കാരിൻ്റെ മേൽത്തട്ടിലുള്ള ആളുകൾ അവിടെ ഇടപെടുന്നതിൽ ചില കുറവ് കാണുന്നുണ്ടോ അങ്ങ്? വിളിച്ചു പറഞ്ഞത് ആദ്യം ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ടാണ്. അദ്ദേഹം അപ്പം തന്നെ അവരെല്ലാം ബന്ധപ്പെട്ടു. പക്ഷേ ഈ പറഞ്ഞതുപോലെ മന്ത്രിയെ നിയോഗിച്ചു എന്ന് പറയുന്നു, അദ്ദേഹത്തെ കണ്ടില്ല എന്ന് പറയുന്നു. അതൊക്കെ അവർക്ക് മാത്രം അറിയാവുന്ന കാര്യം. എന്തുകൊണ്ട് കേരളത്തിലാണെങ്കിൽ കാണിച്ചത് എന്തുകൊണ്ട് മന്ത്രി വന്നില്ല? നമ്മൾ കേരളത്തിലെ ഒരു മന്ത്രിയെ ഒരു ചുമതല ഏൽപ്പിച്ചു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഉണ്ടാവും. അതിന്റെ മാക്സിമം അവർ ചെയ്യാവുന്ന മാക്സിമം ചെയ്യാറുണ്ട്. പക്ഷെ അവിടെ എന്തുകൊണ്ട് എത്തിയില്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. പക്ഷെ ആദ്യം തന്നെ നമ്മളെ സഹായിച്ചത് അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ് പറഞ്ഞത്. അദ്ദേഹത്തിനും ഇതിനെപ്പറ്റി ഒരു ധാരണ ഞാൻ വിളിക്കുന്ന സമയത്തുണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഒരു വാട്സാപ്പ് ഒരു ലെറ്റർ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത് വാട്സാപ്പായിട്ട് അയച്ചു കൊടുക്കുകയായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്, അർജുൻ ഇങ്ങനെ ആളെ മിസ്സിംഗ് ആണ്, അവിടെ ഉണ്ടെന്നെല്ലാം നമ്മൾ അയച്ചു കൊടുത്താണ്. അപ്പോഴാണ് അദ്ദേഹം പോലും ശ്രദ്ധിക്കുന്നത്. പക്ഷെ ഇത്ര വലിയൊരു മണ്ണിടിലുണ്ടായിട്ട് ഇത് വാർത്ത പോലും ആയില്ല എന്നുള്ള കാര്യം ആലോചിക്കണം. മാധ്യമങ്ങൾ, അവിടുത്തെ മാധ്യമങ്ങൾ ഒരു വാർത്ത വലുതായിട്ട് വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 10-12 പേര് മരിച്ചു എന്ന്, 10-11 പേരോളം മരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനിയും ആളുകളെ കിട്ടാനുണ്ടെന്ന് പറയുന്നു. അർജുനെ പോലെ തന്നെ ഈ മണ്ണിനടിയിൽ പെട്ടവരെ കിട്ടാണ്ട് വെള്ളത്തിലാണോ പോയത് ഒന്നും അറിയാൻ വയ്യ. പക്ഷേ അത് അവിടെയും വലിയൊരു വാർത്തയല്ല. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടുത്തെ ഒരു മീഡിയയുടെ രീതി ഏതാണോ ഇല്ല. ഏതായാലും നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. ഈ അർജുന്റെ കുടുംബം സഹായം തേടി മാധ്യമങ്ങൾക്ക് വിവരം പറയുമ്പോഴാണ് കേരളത്തിലെ മാധ്യമങ്ങളാണ് ഈ വാർത്ത. നമ്മള് പത്രം വായിക്കുന്നവർക്ക് ഇംഗ്ലീഷ് പേപ്പറിൽ പോലും ഇങ്ങനത്തെ വാർത്ത പ്രിന്റ് ചെയ്തില്ല. എന്താണെന്നറിയില്ല. എന്തായാലും ഏറ്റവും വലിയ അത്ഭുതം, നമ്മൾ ഇവിടെ നിന്ന്
കുവൈറ്റിൽ പ്രശ്നമുണ്ടായ സമയത്ത്, കുവൈറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ ഇവിടുന്ന് ഒരു മന്ത്രി അവിടെ പോകാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ ഭൂകമ്പം, ഇത് ആരും പോകേണ്ടതില്ല, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ചെയ്യാനെന്ന് പറഞ്ഞ ആളുകളെ പോലും രാജ്യത്തിനകത്തൊരു സംഭവം ഉണ്ടായിട്ട് അവിടെ ഇന്ന് 5-ാം ദിവസമാണ് ഒരു കേന്ദ്രമന്ത്രി അവിടെ എത്തി നോക്കിപ്പോയത്. ഇല്ല, അവരൊന്നും നമ്മുടെ കാണാനില്ല. കാരണം ഈ കുടുംബം, ഞാൻ ഇന്നലെയും പറഞ്ഞു, കുടുംബം പറഞ്ഞ പട്ടാളം വന്നാൽ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ അദ്ദേഹം ഇതിന്റെ രക്ഷാപ്രവർത്തനം പോയ അദ്ദേഹം പറയുന്നത്, പട്ടാളം വന്നാൽ ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ ഇല്ലാത്ത സംവിധാനങ്ങളില്ല, ഇന്ത്യൻ ആർമിയെ കൊണ്ടുവരില്ല എന്നാണ് വാശിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഏതൊരു ചാനലിൽ കണ്ടത് ഇന്ന് വൈകിട്ട് കുമാരസ്വാമി പറയുന്നു ആർമി വരില്ല എന്നാണ്. ഒരു മനുഷ്യ ജീവന് വേണ്ടി ആർമി വരുന്നോണ്ട് ഒരു തെറ്റുമില്ല, അതിനൊരു തെറ്റുമില്ല. ആ ഒരു 10-50 പേരുണ്ടെങ്കിൽ വരുള്ളൂ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ആർമി വന്നു കഴിഞ്ഞാൽ അവരുടെ ഒരുപാട് ടെക്നോളജി ഉണ്ട്, അവർക്ക് ഇക്കാര്യത്തിലൊക്കെ പരിചയ സമ്പന്നരാണ്, അവർ കുറച്ചുകൂടി ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതുകൊണ്ടാണ് പറഞ്ഞത്, ആർമി വന്നിട്ട് യുദ്ധം ചെയ്യാനൊന്നും അല്ലല്ലോ. അപ്പൊ അത് വരില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അപ്പൊ ഒരാളുടെ ജീവന് അത്ര വലിയ വിലയില്ല. ഒരുപാട് പേരുണ്ടല്ലോ എന്ന് 150 കോടി ജനങ്ങളുടെ രാജ്യമല്ലേ, ഒരാൾക്ക് ജീവൻ എന്ത് വില എന്നുള്ളതായിരിക്കും മനസ്സിലെ ധാരണ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ ഒരു ജീവന് വേണ്ടി നമ്മൾ പൊളിറ്റിക്കൽ പ്രശ്നമോ ഇൻഫ്ലുവൻസുള്ള ഒരാളല്ല അറിയും. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ്, ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു തൊഴിലാളിയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തും കാണുന്നില്ല. അർജുൻ ഇപ്പോഴും മണ്ണിനടിയിൽ ഉണ്ടാകും. ഞാൻ പറയായിരുന്നു നേരത്തെ, അതായത് കേരളത്തിലാണ് ഇത് സംഭവിച്ചതെങ്കിൽ അർജുൻ വളരെ ധൈര്യത്തോടു കൂടി നമ്മൾ ആരെങ്കിലും അവിടേക്ക് ഇറങ്ങി ചെല്ലുമെന്ന് വിചാരിച്ച് അവിടെ കാത്തിരിക്കും. കർണാടകത്തിലും ആ പ്രതീക്ഷയിൽ ഇപ്പോഴും അർജുൻ അവിടെ ഉണ്ട്. മിനിസ്റ്റർ, നമ്മൾ എന്താണ് ഈ കുടുംബത്തോട് പറയുക, പ്രേക്ഷകരോട് പറയുക ഇപ്പോൾ ഈ രാത്രി? തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ഞാനും നമ്മളെല്ലാവരും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിൽ കാണണം. അർജുൻ ജീവനോടെ 7 ദിവസം വരെയൊക്കെ മണ്ണിനടിയിൽ ജീവിച്ച ആൾക്കാരുണ്ട്. നമുക്ക് വളരെ വർഷങ്ങൾക്ക് ഇത്രയൊക്കെ ഉപകരണങ്ങൾ വരുന്നതിന് മുമ്പ്, പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകരയിൽ ഒരാൾ കിണറിടിഞ്ഞ് വീണകത്ത് പോയി. 3-4 ദിവസം കഴിഞ്ഞാൽ എടുത്തത്, ഓർമ്മ ശരിയാണെങ്കിൽ 4 ദിവസം കണ്ട് കഴിഞ്ഞിട്ടാണ് ജീവനോട് ആളിനെ കിണറിടിഞ്ഞ് വീണകത്ത് പോയി. ആ ഒരു റിങ്ങിനകത്ത്, കിണറിന്റെ റിങ്ങിനിടയിൽ ഇരുന്ന ആള്, അത് ഇതുപോലെ അന്ന് ഉപേക്ഷിക്കപ്പെടുന്ന വിചാരിച്ചു. അത് ഇത്രയും ചാനലിന് സംവിധാനമൊന്നുമില്ല, വാർത്തയൊന്നും അങ്ങനെ പറ്റില്ല, പത്രത്തിലെ വായിക്കാം. എന്നിട്ടും അത് കുഴിച്ചെടുത്ത ആ മണ്ണ് മുഴുവൻ മാറ്റി ചെല്ലുമ്പോൾ അദ്ദേഹം ജീവനോടെ അവിടെ ആയിരുന്നു എന്നുള്ളതാണ്. എന്റെ ഓർമ്മയിൽ ഞാൻ പറയുന്നതാണ്, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരിക്കലും ചെയ്യില്ല, അവരത് ചെയ്യണം. ഇപ്പൊ മാക്സിമം ചെയ്യുന്നുണ്ടെന്നാണ് ജില്ലാ കളക്ടർ അറിയിക്കുന്നത്. പിന്നെ മഴ ഒരു തടസ്സം തന്നെയാണ്. കാരണം മണ്ണിടിഞ്ഞ് നമുക്കറിയാം, വെള്ളം ഒഴുകി വരുന്നുണ്ട്, അവിടെ നല്ല ഉറവയുണ്ട്, നല്ലൊരു ആ വെള്ളം എല്ലാം കൂടെ വന്നിട്ടാണ് ഇത് പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്.